കുഞ്ഞാപ്പോ എന്താ മാറി കളിക്കണ്? വാ ചോദിക്കട്ടെ. എല്ലോടും ഇപ്പൊ എന്താ എന്റെ കിട്ടാത്തത്? കമ്പനിക്കൊന്നും എന്നെ കിട്ടണില്ലല്ലോ. കമ്പനിന്റെ കൂടെ പറയല്ല. എന്റെ അമ്മ ഇവിടെ ഇല്ലാത്ത നന്നായി. അതെന്താ കുഞ്ഞാപ്പ അങ്ങനെ പറഞ്ഞു? കമ്പനിന്റെ കൂട്ടം പറഞ്ഞു ഇന്നലെ തച്ചിക്കുന്നു കൊറേ തച്ചുമ്മ. എന്താ കാരണം? കമ്പനി കൂടിയിട്ട് നാളെ അല്ലേ എന്താണ് ആപ്പിന്റെ ന്യൂ ഇയർ. ശരി, അതിന് ഇന്ന് തന്നെ കമ്പനി കൂടിയാ? അപ്പൊ എന്നോട് ടാപ്പു രാമു മാനും ഒക്കെ പറഞ്ഞേ. സൈതാനും ഇല്ലേ, എന്താണ് അവന്റെ പേര്? സൈതേ അല്ല, സൈതല്ലടാ. എന്റെ കമ്പനിക്കാരൊക്കെ എനിക്ക് ഒരുപാട് കമ്പനി ഉള്ളതല്ലേ. കുഞ്ഞോന് ഓരൊക്കെ പറഞ്ഞേ. കുഞ്ഞോനുണ്ടായില്ല. ടാപ്പ് രാമു പറഞ്ഞത് ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് നമുക്ക് ആഘോഷിക്കണമെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു എന്റെ ഇമ്മാനോട് പറയണ്ട, ആഘോഷിക്കാറിന് എന്നോട് കായ് ഒപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാന് കായ് ഒപ്പിക്കാൻ വേണ്ടിട്ട് ചുറ്റോട്ടം തെരഞ്ഞു ഒരു കായ് ഇട്ടണ്ടേ. അപ്പൊ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഹാപ്പി ന്യൂ ഇയർ ആകാൻ ആഘോഷിക്കാൻ കായ് കാട്ടി പറഞ്ഞു. അതിന് ഉമ്മ ഇന്നാണ്ട് ചീത്ത അറിയും, എന്താണ് എന്ത് ആഘോഷിക്കാന്? അപ്പൊ ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് എന്താണ് ചുവന്ന വെള്ളമൊക്കെ ഉണ്ടാവൂലേ, അറിയാലേ, ചായന്തോളം പോലത്തെ, അതൊക്കെ കുടിക്കാനാന്ന് പറഞ്ഞു അമ്മാനോട്. അപ്പൊ ഇമ്മ ചോദിച്ചാൽ ആരെ പറഞ്ഞു? ഞാൻ പറഞ്ഞു ഇവരെ പേരൊക്കെ പറഞ്ഞു. അതിന് ഇമ്മ ഇന്ന് ഓരോ പോയിട്ട് കൊറേ ചീത്ത അറിഞ്ഞു, പിന്നെയും ചീത്ത അറിഞ്ഞു. ഇമ്മ പറഞ്ഞു ഇന്നെ ഓരോ അത്ര വർക്കാക്കണ പറഞ്ഞു. ഇത് ആദ്യമൊക്കെ പറഞ്ഞത് അന്നെന്തിനാ ഒരാള് വടക്കാകണ്? ആദ്യം ഇജ്ജല്ലേ വടക്കാക്കെന്ന് പറഞ്ഞു. ഇപ്പൊ ഓരോ കുറ്റം പറ്റ്. എന്നിട്ട് ഓര് ഇന്നെ കണ്ടിട്ട് ഒരു മുണ്ടില്ലടാ. ഒരു എന്നോടല്ലേ പോയത്തക്കാരെ ഒക്കെ അമ്മാട് പറഞ്ഞു. അമ്മയോട് പറയാൻ പാടണ്ട അങ്ങനെയുള്ളത്. അത് ഞാൻ അമ്മാട് പോയി പറഞ്ഞു ഇന്നെ പോയത്തക്കാരെന്ന് വെച്ചു. വേറെ അല്ല 2-3 ദിവസം അവിടെ ആയിരുന്നു. 2-3 ദിവസമല്ലേ, കൊറേ ദിവസമായിട്ട് ഞങ്ങള് അവിടെ അമ്മക്ക് തീരെ വെച്ചായിരുന്നു. അപ്പൊ ഞങ്ങള് അമ്മായിനോട് പോയി. അമ്മായിനോട് അമ്മായിക്ക് തീരെ വെച്ച ചെന്ന പാടെ അമ്മായി ഇരിക്ക്, കുത്തിരിക്ക്, ചായ കുടിക്ക്, ചോദിക്കുന്നൊക്കെ പറഞ്ഞു. അത് ഞങ്ങള് പോയിച്ചിട്ടാണ് അമ്മായി. അപ്പൊ ഉമ്മ പറഞ്ഞു ഞാന് തീരെ വെച്ച അപ്പോണ്ട് വന്നതാണ്. അപ്പൊ അമ്മായി അറിയാല അതിനെന്താ താത്ത ഇവിടെ ഇന്നോളി വൈകുന്നേരം പോവാല്ലോ. അപ്പൊ ഉമ്മ പറഞ്ഞു വൈകുന്നേരം പോകാനല്ലോ, 2 ദിവസം നിൽക്കാന്, 1 ദിവസം നിൽക്കാനായിരുന്നു. ആയിക്കോട്ടെ പറഞ്ഞു അമ്മായി. അപ്പൊ ഇറച്ചി മേടിക്കലും അത് മേടിക്കലൊക്കെ ആയി. അപ്പൊ മാമൻ പറഞ്ഞു എന്തായാലും നിങ്ങള് വന്നല്ലേ, ഞാനിപ്പോ ഒരു 2 ദിവസം നിന്ന് പോവാന്ന്. അത് കേട്ട് അമ്മായിന്റെ ചിരിന്റെ ഒരു കാണലില് അതെ ആയിക്കോട്ടെ നിങ്ങളിങ്ങനെ പിടിച്ചേക്കണ്ട, ഓർക്ക് അവിടെ എന്തൊക്കെ പണിയൊക്കെ ഉണ്ടാവും, നിങ്ങൾ ഇങ്ങനെ പിടിച്ചേക്കണ്ടാന്ന് പറഞ്ഞു. അതത് നിമ്മ അറിഞ്ഞു എനിക്ക് വലിയ പണിയൊന്നുമില്ല, ഞാൻ എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ആയിക്കോട്ടെ അതിനെന്താണ് താത്ത, നിങ്ങൾ എത്ര ദിവസമാണ് നിന്നോളി, വെച്ചുണ്ടാക്കി തരണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ കജ്ജ് കടച്ചലാണ്, കാല് കടച്ചലാണ്, താത്താക്ക് വെച്ചാത്തല്ലേ, അല്ലെ താത്താനെല്ലാം ചെയ്യല്ലോ, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ അത് സാരില്ല നമുക്ക് ഉള്ളോണ്ട് തിന്നാന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മ ഞങ്ങൾ 2 ദിവസം അങ്ങനെ ഒരാഴ്ച അവിടെ നിന്ന്. അതാണ് ഇപ്പൊ എന്റെ പുറത്തേക്കൊന്നും കാണാൻ. അപ്പൊ ഞങ്ങളുടെ വരുമ്പോ ഉമ്മ അറിയാളോ ഇനി മാമനെ എന്തൊക്കെ കാട്ടിക്കുട്ടിണ്ടാവോ, മാമ പിടിച്ചാലേ ഇമ്മ നിക്കണേന് കൊഴപ്പില്ലല്ലോ. ഞാൻ നിന്ന കാരണം അത്രേ 5-6 ആൾക്കാർ ചോറ് ഞാൻ നിന്നല്ലോ. അങ്ങനെ ചിരിച്ച് കളിച്ച് പോന്ന് വരാൻ നേരത്തെ അമ്മായി പറഞ്ഞു കുഞ്ഞാപ്പോ ഇനി വരണട്ടാ, ഇനി പറ്റങ്ങളൊക്കെ ഉണ്ട് വാട്ടാ. അടുത്ത ആഴ്ച വേണമെങ്കിൽ വരാം, അല്ലാണ്ട് അടുത്ത ആഴ്ച കൂടെ കല്യാണം ഉണ്ട്. അന്ന് ഞങ്ങൾ പിന്നെ വരണ്ടി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോന്നതാണ്. ഇനിയിപ്പോ നാളെല്ലോ. നാളെ ഇനിയിപ്പോ എന്താ ചെയ്യല്ലേ, വല്ലാത്ത വല്ല അമ്മ ഒന്ന് ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കാൻ സമ്മതിച്ചില്ല. ഒന്ന് ആഘോഷിച്ചാലോ സ്വയം. ചായ നമുക്ക് ചായ കുടിച്ചിട്ടേ ചായ ഉണ്ടാക്കി കുടിക്കാൻ നടത്തിണ്ട്. അപ്പൊ ഉമ്മ അത് കൂട്ടുകുട്ടികളൊന്നും കൂട്ടണ്ടാന്ന്, ആൾക്കാരപ്പോ അങ്ങനെ കൂട്ടുകുട്ടി നടക്കണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് കണ്ട പ്രശ്നമോ പോയിക്കടാ, ചെലപ്പോ അന്നെ കണ്ടാലും ഹാപ്പി ന്യൂ ഇയറിന് വിളിക്കാൻ വന്ന വിചാരിക്കും. മനസ്സിലിപ്പോ ഹാപ്പി ന്യൂ ഇയർ അല്ലേ, എന്നാ ഞാൻ പോട്ടടാ. അതിൽ ആര് വന്നാലും അവന് വിചാരിക്കും അല്ലേ, ഞാനേ അകത്തേക്ക് പോട്ടടാ. എന്നാ പോയിക്കൊന്നാ. ഞാൻ ഹാപ്പി ന്യൂ ഇയർ. ആയിക്കോട്ടെ, ഹാപ്പി ന്യൂ ഇയർ.